ഹലോ എവരി വൺ, ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പുത്തൂരാൻസ്. നമ്മൾ ഇന്ന് കാണുന്നത് ഓൾട്ടിസ് ക്രേപ്പിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. ക്രേപ്പിന്റെ ഡിഫറെന്റ് ഫാബ്രിക്സ് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. അമേരിക്കൻ ക്രേപ്പിനായിരുന്നു ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്നത്. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഓൾട്ടിസ് ക്രേപ്പ് ആണ്. ഇതിനു മുമ്പ് ഞാൻ ഓൾട്ടിസ് ക്രേപ്പ് കൊണ്ടുവന്നിരുന്നു. പ്രൈസ് വന്നിരിക്കുന്നത് 99 rupees പെർ മീറ്റർ ആണ്. വിട്ട് വരുന്നത് 41 to 42. അതിന്റെ ആ ഒരു ഇടയിലാണ്. അമേരിക്കൻ ക്രേപ്പിന്റെ അതേ വിട്ടിൽ തന്നെയാണ് ഓൾട്ടിസ് ക്രേപ്പും വന്നിരിക്കുന്നത്. ഡിഫറെന്റ് കളേഴ്സ് ആണ്, സെയിം പ്രിന്റ് ആണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം പ്രിന്റിന്റെ 4 കളേഴ്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഒരു യെല്ലോ കളറിലാണ്. ബേബി യെല്ലോന്റെ കുറച്ചും കൂടെ ഒരു ഡാർക്ക് ആയിട്ടുള്ള കളറാണ്. ഡാർക്ക് യെല്ലോ ഒന്നും അല്ല കേട്ടോ, നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിലേക്ക് പോകുന്ന കളേഴ്സ് തന്നെയാണ്. ഇത് ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ടെന്ന് എനിക്കറിയാം. വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും, ഒഴുകി കിടക്കുന്ന ബോഡി ഹഗിങ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്. ഞാൻ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയധികം സോഫ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ എത്രയോ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയും സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഈ ഒരു കളർ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഭംഗിയുള്ള പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് പോകുന്നത്. ബ്ലൂ കളറിലുള്ളതും യെല്ലോ കളറിലും കൂടെയുള്ള ഒരു പ്രിന്റ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫ്ലവറിന്റെ നടുക്ക് ഭാഗത്തൊക്കെ ആയിട്ട് ഡാർക്ക് യെല്ലോ കളർ, അതുപോലെ ലീവ്സ് ഗ്രീൻ, ബ്ലൂ, ആ കളറിലൊക്കെയാണ് ഇത് വരുന്നത്. പ്രൈസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, 99 rupees പെർ മീറ്റർ ആണ്. ഇതിന്റെ തന്നെ 3 കളറും കൂടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് കളറിലാണ് ബേസ് കളർ പോകുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ഓൾട്ടിസ് ക്രേപ്പ് ഫാബ്രിക്കിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രേപ്പ് തന്നെ ഡിഫറെന്റ് ടൈപ്സിലുള്ള പ്രൈസിലും അതുപോലെ തന്നെ പേരിലൊക്കെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു കളർ ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്യുമ്പോൾ ഇതിന്റെ പാറ്റേൺ പോകുന്നത്. 99 rupees ആണ് ഈ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പൗഡർ ഗ്രീൻ കളറിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. ഇതിന്റെ അകത്ത് തന്നെ പിങ്കും ബ്ലൂവും ആ കളറിലൊക്കെയുള്ള പ്രിന്റുകളാണ് ഈ പോകുന്നത്. 99 തന്നെയാണ് പ്രൈസ്. വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാട്ടോ. നമുക്ക് സ്ലിറ്റഡ് പാറ്റേണിലുള്ള ഡ്രസ്സ് അല്ല, അനാർക്കലി പോലെയോ ആലിയ കട്ട് പോലെയോ അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെ പാനിൽ കട്ടിലുള്ള ഡ്രസ്സൊക്കെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. കുറച്ച് വണ്ണമുള്ളവർക്കാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഇരിക്കും. വണ്ണം കുറച്ചും കൂടെ ഒതുങ്ങി കിടക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്. അപ്പോൾ 99 rupees ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളറാണ്, സെയിം പ്രിന്റ് ആണ്. ഒരു ഗ്രീൻ, ഒരു പിസ്ത ഗ്രീനിന്റെ ലൈറ്റർ ഷെയ്ഡ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക് ആയതുകൊണ്ട് വെച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ ക്ലോസ് വ്യൂവിൽ കണ്ടു കഴിഞ്ഞല്ലോ. നമ്മൾ കണ്ടത് ഓൾട്ടിസ് ക്രേപ്പിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. 99 rupees ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. 42 inch ആണ് കേട്ടോ അതിന്റെ വിഡ്ത്ത്. അപ്പൊ അമേരിക്കൻ ക്രേപ്പിന്റെ അതേ ഒരു വിഡ്ത്തിലാണ് ഫാബ്രിക് വരുന്നത്. ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് മാത്രം വാട്സാപ്പ് ചെയ്യണേ. ഞങ്ങൾ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.